നമ്മളുടെ ഡെയിലി ലൈഫ് ബുള്ളറ്റ് ജേർണലിലൂടെ എങ്ങനെ സിമ്പിൾ ആൻഡ് പ്രൊഡക്റ്റീവ് ആക്കാം. ഇന്നത്തെ വീഡിയോ ബുള്ളറ്റ് ജേർണലിനെ പറ്റി. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇതൊരു ജേർണലാണോ, അല്ലെങ്കിൽ ഒരു പ്ലാനറാണോ, അതും അല്ലെങ്കിൽ ഒരു ഡയറി ആണോ, സ്ക്രാപ്പ് ബുക്കാണോ, അല്ലെങ്കിൽ ഒരു സ്കെച്ച് ബുക്കാണോ. ആക്ച്വലി ഇത് നമ്മളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. നമ്മളെ മൈൻഡിൽ നമ്മൾ ഡെയിലി ഒരുപാട് കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ടാവും. ലൈക്ക് ടു ഡു ലിസ്റ്റുകൾ, ഇവൻറ്റുകൾ, എക്സാംസ്, അസൈൻമെൻറ്റ്സ്, അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ ഇതൊന്നും മിസ്സാവാതെ മാനേജ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആൻഡ് ഇഫക്റ്റീവ് മെത്തേഡാണ് ബുള്ളറ്റ് ജേർണൽ. ബുള്ളറ്റ് ജേർണൽ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ ചിന്തകളെയും പ്രവൃത്തിയെയും എങ്ങനെ അലൈൻ ചെയ്യിപ്പിക്കാം എന്നാണ്. അതായത് നമ്മുടെ ലൈഫിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെ പ്രാവർത്തികമാക്കാം, അതുവഴി നമുക്ക് നമ്മളെ തന്നെ സ്വയം തിരിച്ചറിയാനും നമ്മളുടെ മൈൻഡിലൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും ഒരു സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. സോ ബുള്ളറ്റ് ജേർണലിൻ്റെ ഇൻവെൻറ്ററിൻ്റെ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ട്രാക്ക് യുവർ പാസ്റ്റ്, organize your present and plan for the future. ഇനി ഒരു ബുള്ളറ്റ് ജേർണൽ തുടങ്ങാൻ നമുക്ക് ആകെ ആവശ്യം ഒരു ബുക്കും ഒരു പെന്നും മാത്രമാണ്. ഈ ബുള്ളറ്റ് ജേർണലിൻ്റെ മെയിൻ കോമ്പണൻറ്റ്സ് എന്ന് പറയുന്നത് ഇൻഡെക്സ്, ഫ്യൂച്ചർ ലോഗ്, മന്ത്ലി ലോഗ് ആൻഡ് ഡെയിലി ലോഗ്. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഈ ബുക്കിൻ്റെ ടേബിൾ ഓഫ് കോണ്ടൻറ്റ്സ് ആണ്. ഫ്യൂച്ചർ ലോഗ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വരാനിരിക്കുന്ന ഇവൻറ്റ്സ് അല്ലെങ്കിൽ ടാസ്കുകളെ കാണിക്കുന്നു. മന്ത്ലി ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് മന്തിലുള്ള ടാസ്കുകൾ. ഡെയിലി ലോഗ് എന്ന് പറഞ്ഞാൽ ഡെയിലി നമുക്ക് ചെയ്യാനുള്ള ചെക്ക് ലിസ്റ്റുകൾ. ഇതെല്ലാം റെപ്രസെൻ്റ് ചെയ്യണത് കീ യൂസ് ചെയ്താണ്. ഇത് കൂടാതെ കുറേ കളക്ഷൻസ് ഉണ്ട്, ലൈക്ക് ട്രാക്കേഴ്സ്, ലോഗ്സ്, ലിസ്റ്റ്. അങ്ങനെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി ബുള്ളറ്റ് ജേർണലിൽ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന കീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡോട്ട് അല്ലെങ്കിൽ ബുള്ളറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ടാസ്കിനെ റെപ്രസെൻ്റ് ചെയ്യും. പിന്നെ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇവൻറ്റ്സ് അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഡാഷ് എന്ന് പറഞ്ഞാൽ നോട്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ കീ എപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ബുക്ക്, അതായത് ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അത് ബിഗിനേഴ്സ് എല്ലാം ആകുമ്പോൾ നമുക്ക് റെഫർ ചെയ്യാൻ വളരെ എളുപ്പം അതാണ്. പിന്നെ നെക്സ്റ്റ് പേജിൽ ഇൻഡെക്സ്, പേജ് നമ്പേഴ്സ് ഇട്ടിട്ട് എഴുതുക. ഫ്യൂച്ചർ ലോഗ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ഒരു പേജിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഒരു വർഷത്തിൽ വരുന്ന എല്ലാ മന്ത്സും അതിൽ എഴുതുക. ഇതിൽ വരാനിരിക്കുന്ന അപ്കമിങ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ ബർത്ത്ഡേയ്സ് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന മേജർ ഇവൻറ്റ്സ് എല്ലാം ടാസ്കുകൾ ഇതിൽ മാർക്ക് ചെയ്യാവുന്നതാണ്.
ഇനി മന്ത്ലി ലോഗ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മന്തിലുള്ള എല്ലാ ഡേറ്റ്സും 1 by 1 ആയിട്ട് താഴെ എഴുതുക. പിന്നെ അത് കൂടാതെ അതിൻ്റെ ഓരോ ദിവസത്തിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് താഴെ എഴുതുക. പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ടാസ്കുകളെല്ലാം മാർക്ക് ചെയ്യുക ആ കറണ്ട് മന്തിനുള്ള. പിന്നെ വരുന്ന ഒരു മേജർ കോമ്പണൻ്റ് ആണ് ഡെയിലി ലോഗ്. ഡെയിലി ലോഗിൽ ഡേറ്റും ഡേയും എഴുതിയിട്ട് നമുക്ക് ആ ഡേയിൽ ചെയ്യാനുള്ള ടാസ്കുകൾ അല്ലെങ്കിൽ ചെക്ക് ലിസ്റ്റുകൾ മാർക്ക് ചെയ്യാവുന്നതാണ്. ഇനി ബുള്ളറ്റ് ജേർണൽ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളൊരു ഡേ എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ടാസ്കുകളെ ക്രോസ് ചെയ്യുക. പിന്നെ നമുക്കതിൽ ആവശ്യമില്ലാത്ത ടാസ്കുകൾ ക്യാൻസൽ ചെയ്യുക. ഇനി ഏതെങ്കിലും ഒരു ടാസ്ക് മാസങ്ങളായിട്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ ലെഫ്റ്റ് ആരോ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുക. അതിനെ ഫ്യൂച്ചർ ലോഗിലെ കറസ്പോണ്ടിങ് മന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഈ പ്രോസസ്സിനെയാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. മൈഗ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ഫോക്കസ് ചെയ്യാനും ഡിസ്ട്രാക്ഷൻസിനെ റീഡ് ഔട്ട് ചെയ്യാനുമാണ്. റൈറ്റ് ഹാൻഡ് ആരോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കറണ്ട് ഡേയിൽ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ നമ്മുടെ വരാനിരിക്കുന്ന ഒരു ഷോർട്ട് ടേം അല്ലെങ്കിൽ കമ്മിങ് ഡേയ്സിലേക്ക് നീട്ടി വയ്ക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഒന്നുകിൽ മന്ത്ലി ലോഗ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ലോഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സോ ഇതാണ് ബുള്ളറ്റ് ജേർണലിൻ്റെ ബേസിക് ഔട്ട്ലൈൻ. താങ്ക് യു ഫോർ വാച്ചിങ്.